ഇന്നലകളിൽ മാറ്റിവെക്കപ്പെട്ട ആത്മഹത്യകളാണ് ഇന്ന് കാണുന്ന പല ചിരിമുഖങ്ങളും. ചിരിക്കാം, കരഞ്ഞു തീർക്കാം, ജീവിക്കാം, അടയാളമാവാം, ഓർമ്മിക്കപ്പെടേണ്ടവരാകാം. തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ, തന്നെ സ്വാധീനിച്ചിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള ഡോക്ടർ നീരജ നിധിൻ്റെ പുതിയ കവിതാ സമാഹാരമാണ് എൻ്റെ താമരപ്പൊയ്കയിലൂടെ. ഇന്ന് മാൻകെയിൻ ടോക്സിൽ നമുക്ക് മുമ്പിൽ അതിഥിയായി എത്തുന്നത് ഡോക്ടർ നീരജ നിധിനാണ്. എൻ്റെ താമരപ്പൊയ്കയിലൂടെ ഈ കവിതാ സമാഹാരം വായിക്കുമ്പം എൻ്റെ മനസ്സിലുള്ളൊരു താമരപ്പൊയ്കയുണ്ട്. ഒരിക്കലും ഞാൻ ഈ കവിതാ സമാഹാരം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീല് എൻ്റെ മനസ്സിലുള്ള ഒരു താമരപ്പൊയ്കയുടെ ഫീലല്ല. ശരിക്കും മാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പേരിന് പിന്നിലൊരു കഥയുണ്ടാവും, ഒരാശയം ഉണ്ടാവും. അതൊന്ന് വ്യക്തമാക്കാവും. ശരിക്കും ലിനറ്റ് പറയുന്ന പോലെ താമരപ്പൊയ്ക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഈ പുസ്തകത്തിൻ്റെ ഒരു സിംബോളിക് വിഷയമായിട്ട് അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ താമര എന്ന് പറയുന്നത് ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ടും എൻ്റെ ചുറ്റിനുള്ള ഒരുപാട് സ്ത്രീകൾ, ഓക്കെ, അവരിൽ നിന്ന് ചിലർ നല്ലത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചിലരിൽ നിന്ന് നമുക്ക് മോശം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ആകെത്തുകയായിട്ടാണ് അങ്ങനൊരു പേര് ഇതിന് സജസ്റ്റ് ചെയ്തത്. ഒരു കവിതയിലും ഒരു താമരപ്പൊയ്ക നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ ഓരോ കവിതയും ഓരോ താമരയാണ് അതിനകത്ത്. ഓക്കെ, ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം സ്ത്രീ വിഷയമാണ് ഇതിനകത്ത്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഓരോ കവിതയും. അപ്പം അതിനകത്ത് ഓരോ താമരയും ഓരോ സ്ത്രീ ആവുമ്പോൾ എങ്ങനെയായിരിക്കും? താമര എന്ന് പറയുമ്പം അറിയാലോ, വളരെ ഒട്ടും നമുക്ക് കട്ടിയില്ലാത്തൊരു മണ്ണിൽ അല്ലെങ്കിൽ ചേറിനകത്ത് അതിൻ്റെ വേര് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വേര് ആഴ്ത്തി നിൽക്കുന്ന ഒരു താമര. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ തണ്ട് തുടങ്ങായി ഒത്തിരി വാട്ടർ കറൻസ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഓവർകം ചെയ്ത് അതിനെ അതിജീവിച്ച് മേലേക്ക് വന്ന്, ഓക്കെ, എന്നിട്ടും പിന്നെയും പ്രശ്നമാണ്, നനഞ്ഞു പോവാം, കാറ്റടിച്ച് നശിച്ചു പോവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അത് നശിച്ചു പോവാം. ഇതിനെയൊക്കെ ഓവർകം ചെയ്തൊരു മൊട്ടായിട്ട് പുറത്തേക്ക് വന്ന് അതതിൻ്റെ അത്രയും ഭംഗിയും പ്രൗഢിയും നിലനിർത്തി തല ഉയർത്തി നിൽക്കുന്ന ഒരു പൂവാണ് താമരപ്പൂവ്. അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് സ്ത്രീകളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓരോ കവിതയും. ഇപ്പോൾ ആ ഒരു പേരിൻ്റെ അർത്ഥം കറക്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കവിത ഓരോന്ന് വായിക്കുമ്പോഴും പല സ്ത്രീകളുടെ പല സന്ദർഭങ്ങൾ, അവരുടെ പല സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന പോലൊരു അനുഭവമാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ചിലപ്പോൾ അത് നമ്മളിൽ പലരുടെയും കഥയാവാറുണ്ട്. എനിക്കങ്ങനെ എന്നെ പേഴ്സണലി ടച്ച് ചെയ്ത ഒത്തിരി കവിതകളുണ്ട്. മാമിനെ സ്വാധീനിച്ചിട്ടുള്ള പല സ്ത്രീകളും ഇതിനകത്ത് ഉണ്ടാവാം. അപ്പം ഈ കവിതകൾ, ഇങ്ങനൊരു സ്ത്രീപക്ഷ കവിതകളിലേക്ക് എത്താനുള്ള സാഹചര്യം കുറച്ചെങ്കിലും ഒന്ന് പറയാമോ, ഷെയർ ചെയ്യാമോ? ഇപ്പം ഇതിനകത്ത് ചില കവിതകൾ ഇപ്പം ഒത്തിരി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന സിംഗിൾ മദേഴ്സ് ഉണ്ട്. കല്യാണം കഴിക്കാതെ എനിക്ക് എന്തെങ്കിലും കരിയറിൽ അച്ചീവ് ചെയ്യണം എന്ന് കരുതി ഒരു കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതാണ് ഒന്ന് അഹങ്കാരി പെണ്ണ് എന്ന് പറഞ്ഞൊരു കവിതയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എൻ്റെ വളരെ അടുത്തറിയുന്ന ചില സുഹൃത്തുക്കളെ കുറിച്ച് തന്നെയാണ്. അവർക്ക് ചില ആൾക്കാർക്ക് പേഴ്സണലി അറിയാം. പിന്നെ അതേപോലെ ചില അമ്മമാരെ കുറിച്ചുണ്ട്. ഇപ്പം നമ്മൾ പേരെടുത്ത് എനിക്കൊരാളെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അത് ഞാൻ പറയുന്ന ഒരു കവിതയെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിളിനെ കുറിച്ച് മാത്രമാണ് അതിനകത്ത് വരുന്നത്. അപ്പം എന്നാൽ നല്ലതുമുണ്ട്. ഒരുപാട് മകളാവണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നല്ല മകളാവണം, നല്ല അമ്മയാവണം എന്ന് ആഗ്രഹിക്കുന്ന, നല്ല കുട്ടിയായി കഷ്ടപ്പെട്ട് ജീവിതം രാജിവെച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ട ചില മുഖങ്ങൾ തന്നെയാണ്. അപ്പം അത് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെയൊക്കെ ലൈഫിൽ നിങ്ങളും അതുപോലെയുള്ള ആളുകളെ കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലത് നിങ്ങളുടെ തന്നെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം എടുത്ത് പറയുകയാണെങ്കിൽ ഈ നല്ല കുട്ടി എന്ന് പറയുന്ന കവിതയ്ക്ക് ഞാൻ മനഃപൂർവ്വമാണ് നല്ല കുട്ടി ജീവിതം രാജിവെച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് എഴുതിയത്. അപ്പം അത് വായിക്കുന്ന വായനക്കാരൻ ആ കവിത കണക്റ്റ് ആവുമ്പോൾ ഈ റൈറ്റർ ഇങ്ങനെ എഴുതണ്ടായിരുന്നു, ആ കുട്ടി സൂയിസൈഡ് ചെയ്യണ്ടായിരുന്നു, അവൾ എന്തുകൊണ്ടത് ഈ പ്രശ്നങ്ങളും ഈ സമൂഹത്തിന്റെ ചോദ്യങ്ങളും ഒക്കെ ഓവർകം ചെയ്ത് മേലേക്ക് വന്നില്ല എന്ന് ചിന്തിക്കപ്പെടണം. അവിടെ അത് ആ ഒരു തോട്ട് വന്നെങ്കിൽ ഐ തിങ്ക് ഞാനത് സക്സസ് ആയെന്നാണ് ആ കവിതയിൽ. അത് സത്യമാണ് കേട്ടോ. ഈ കവിത വായിച്ചപ്പം എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതിന് സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഇമേജ് അങ്ങ് എടുത്തില്ലാതാക്കി കളഞ്ഞാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്തിനും നമ്മൾ അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെക്കുന്നു. എനിക്ക് തോന്നിയത് തന്നെ അത് കറക്റ്റാണ്. അങ്ങനെ എന്തിനാണ് അവിടെ മരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. താമരയുടെ ഒപ്പം കടന്നു വരുന്ന കുറച്ച് പൂക്കളിലൂടെ നമ്മുടെ കവിതയിലുണ്ട്. മഞ്ഞ മന്ദാരം, പിച്ചി,
ഈ പൂക്കൾക്ക് നമ്മൾ കാണുന്ന ഒരു മാനമല്ല മാമിൻ്റെ കവിത വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പൂക്കളോടുള്ളൊരു ഇഷ്ടം ശരിക്കും നമുക്ക് കവിതകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പൂക്കൾ എങ്ങനെയാണ് ലൈഫിൽ കടന്നു വരുന്നത്, കവിതയിലേക്ക് അതെങ്ങനെയാണ് എത്തിയത്? എനിക്ക് പലപ്പോഴും പൂക്കള് പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളുടെ മുഖത്തോട് ഭയങ്കര സാമ്യം തോന്നിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ഒന്നാണ്. അപ്പം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ച് കണക്ട് ചെയ്ത് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂ പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബോർഡ് എപ്പോഴും കാണാറില്ലേ? ഒരു പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ കൺസെൻ്റ് ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ, അതിപ്പോൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഫിസിക്കലായിട്ടോ ഒക്കെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അതുണ്ട്. അതുകൊണ്ടാണ് അഴുകിയ വിരലുകൾ എന്ന് പറഞ്ഞ ഒരു കവിതയിൽ ഞാനത് എടുത്ത് പറയുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ എന്ന്. അപ്പം ഇതുപോലെ ഈ പൂ ഒന്ന് നമുക്ക് എന്ത് ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയണ പോലെ പെൺകുട്ടികൾ ഒരാളുടെ ചിലപ്പോൾ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ചിരി കൊണ്ടോ അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് അവരോട് ഇഷ്ടം തോന്നുമായിരിക്കും. പക്ഷെ എന്ന് കരുതി അത് അവിടെ അങ്ങനെ തന്നെ അതിനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഭംഗിയിൽ അങ്ങനെ തന്നെ വളരാൻ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂക്കൾ തീർച്ചയായിട്ടും കണക്റ്റഡ് ആണ് പെൺകുട്ടികളായിട്ട്. എന്ന് കരുതി ആൺകുട്ടികളുമായിട്ട് കണക്റ്റഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഈ ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കവിതകൾക്ക് പൊതുവെ സ്വീകാര്യത കുറഞ്ഞൊരു ഈ കാലത്ത് മാമിനെ സംബന്ധിച്ചിടത്തോളം മാമിന് നന്നായിട്ട് കഥ എഴുതാൻ അറിയാം. മുമ്പ് കഥ എഴുതി പരിചയമുണ്ട്. എന്നിട്ട് പോലും പെണ്ണിൻ്റെ ഭാവങ്ങൾ, ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ആ സങ്കീർണത, ആ ഭാവങ്ങൾ അവതരിപ്പിക്കാൻ ഈ കവിത തന്നെ മാധ്യമമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ ഞാൻ എഴുതുന്ന ഇനിയിപ്പോൾ വരാൻ പോകുന്ന കഥകളായാലും നോവലിലായാലും ഒക്കെ പെൺവിഷയം ഉണ്ട്. ചിലതിലൊന്നും ഇല്ല. പക്ഷെ അത് ഒന്നും മനഃപൂർവ്വം കവിത എഴുതുന്നത് എല്ലാം പെൺവിഷയമാവട്ടെ അങ്ങനെയില്ല. ഇപ്പം മുമ്പ് എഴുതിയ 2-3 പുസ്തകങ്ങളിലൊക്കെ രണ്ട് കണ്ടന്റും ഉണ്ട്. അപ്പം അങ്ങനെ ലൈക്ക് ആൺകുട്ടികളുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ സ്ത്രീ വിഷയം എന്ന് പറയുമ്പോഴത്തേനും ഇതേപോലെ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ആൺകുട്ടികൾ. അപ്പം അങ്ങനെ ഇതെല്ലാം എഴുതപ്പെടണം. അതായത് പല എഴുത്തുകാർ മുമ്പോട്ട് വന്ന് കഥയായിട്ടും കവിതയായിട്ടും ഒക്കെ എഴുതപ്പെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിപ്പോൾ ഞാൻ എൻ്റെ താമരപ്പൊയ്കയിലൂടെ എന്നുള്ള പുസ്തകത്തിലൂടെ പെൺവിഷയം മാത്രം എന്തുകൊണ്ട് എടുത്തു വെച്ചു എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ ഒരുപാട് കവിതകളിൽ ഇങ്ങനൊരു പുസ്തകം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതിന് ശേഷം ഞാൻ അത്തരം കവിതകൾ മാത്രം എടുത്ത് കളക്റ്റീവായിട്ടൊരു പുസ്തകം ചെയ്തു എന്നേ ഉള്ളൂ. അതങ്ങനെ തന്നെ. കാരണം അതിൻ്റെ കവർ പേജിനൊരു പ്രത്യേകതയുണ്ടല്ലോ, എൻ്റെ മുഖം എവിടെയും ഇല്ല ഈ പുസ്തകത്തിൽ. അപ്പം എന്നെ ഞാനാക്കിയ കുറേ സ്ത്രീകളോട് നന്ദി പറയുന്ന ഒരു പുസ്തകം പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരെക്കുറിച്ചൊരു പിൻകുറിപ്പും ഉണ്ട് ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിനകത്ത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരണം, അതിനൊരു മാതൃകയാവട്ടെ ഈ പുസ്തകം എന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനൊരു പുസ്തകം ചെയ്യാൻ തീരുമാനമെടുത്തത്. തീർച്ചയായിട്ടും കവിതകൾ പബ്ലിഷേഴ്സ് പെട്ടെന്ന് നമ്മളൊരു കവിതയുടെ പുസ്തകം ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം വരുന്ന ചോദ്യം കഥ ചെയ്തുകൂടെ, നോവൽ ചെയ്തുകൂടെ, ഇതിന് ആളുകളില്ല, വായിക്കില്ല എന്ന് കരുതി. ഇപ്പം ഞാനും ഒരു പുസ്തകം ഇത് ഒരു കോപ്പി എങ്കിലും അച്ചടിച്ച് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മാൻകൈൻഡിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവരിങ്ങനെ ഒരു ആശയമൊക്കെ പറഞ്ഞപ്പോൾ അവർ വായിച്ചു നോക്കട്ടെ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വായിച്ചതിന് ശേഷം അവരിങ്ങനെ നമുക്ക് ചെയ്യാം, ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് ഈ പുസ്തകം അങ്ങനെ തന്നെ ഇറങ്ങട്ടെ, ഈ ചിത്രം വെക്കരുതെന്ന് പറഞ്ഞപ്പോഴും അവർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആശയം അങ്ങനെ തന്നെ പബ്ലിഷ് ആവാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു 3rd കോപ്പിയിലേക്കൊക്കെ ഇത് എത്തി നിൽക്കും, ഈ 1-2 മാസത്തിനുള്ളിലൊക്കെ ഇത്രയും പുസ്തകങ്ങൾ ചെലവഴിച്ച് പോകും എന്നുള്ളത്, വിറ്റഴിഞ്ഞ് പോകും എന്നുള്ളത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഞാനതൊരു വലിയ സക്സസ് ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാൽ പോലും കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ, ആൾക്കാർ വായിക്കുന്നുണ്ട്. അതില്ലാതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ യുവതലമുറ വായിക്കുന്നില്ല, അതൊക്കെ ചുമ്മാതാ. അത്രയും ആളുകൾ വായിക്കുന്നില്ലെങ്കിൽ ഇത്ര അധികം പുസ്തകം വിറ്റഴിഞ്ഞു പോവില്ലല്ലോ. വായനക്കാരുള്ളത് കൊണ്ടാണല്ലോ പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ വായിക്കണം, ഇത്തരം കവിതകൾ വായിക്കണം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഇതിൽ ഒരു വരി കൊണ്ട് വരാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. മാമിനെ സ്വാധീനിച്ച സ്ത്രീകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കവിത പറയുമ്പം ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ് മലയാളിക്ക് പ്രിയങ്കരിയായിട്ടുള്ള സിത്താര കൃഷ്ണകുമാർ. പേഴ്സണലി അവരുമായിട്ടുള്ളൊരു അടുപ്പം ഈ കവിതകളിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പണ്ടെപ്പോഴും അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു വാചകമാണ്, എനിക്കൊരിക്കലും ബുദ്ധി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഹൃദയം കൊണ്ട് ജീവിക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹൃദയം കൊണ്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പം മാം എങ്ങനെയാണ് അവരെ തൻ്റെ ഈ കവിതകളിലേക്ക് കൊണ്ടുവന്നതെന്നൊന്ന് ഷെയർ ചെയ്യാം. ചിത്താർ ചേച്ചി ഞാൻ ചെറുപ്പം തൊട്ടേ ആളുടെ ജീവിതം തൊട്ടടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കി ഒരുപാട് അത്ഭുതത്തോടെ അയ്യോ എനിക്കും കൂടി ഇങ്ങനെ ആവാൻ പറ്റിയിരുന്നെങ്കിലും തോന്നിയിട്ടുള്ള ഒരു വല്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ് ആള്.
ഞാൻ ആദ്യത്തെ എൻ്റെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിലായിരുന്നു. അവിടുത്തെ എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു ചേച്ചി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മലപ്പുറം നവോദയയിലേക്ക് പിന്നെ പഠനം അങ്ങ് മാറി. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് ഇപ്പം ചേച്ചിയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാറ്, അമ്മ, പിന്നെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷം സജീഷ് ഏട്ടൻ, ഇവരൊക്കെ പുള്ളിക്കാരിക്ക് കൊടുക്കുന്ന ഒരു ഇമ്മൻസ് സപ്പോർട്ട് ഉണ്ട് ഈ കരിയറിൽ ഇങ്ങനെ തുടർന്ന് പോകാൻ. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഈ കാണുന്ന ആൾ അതിലേക്ക് എത്താനെടുത്തൊരു വല്ലാത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരുപാട് സമയം പാട്ട് കുട്ടിക്കാലം തൊട്ടേ തന്നെ ചേച്ചി അറിയാലോ, കലാതിലകൊക്കെ ആയിരുന്നു, വരയ്ക്കും, നൃത്തം ചെയ്യും, പാട്ട് പാടും, അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്. പാട്ടിന് വേണ്ടി ഒരുപാട് ചേച്ചി എഫേർട്ട് ഇട്ടിട്ട് ഈ ഒരു ഇതിലേക്ക് എത്തിയത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എത്രയോ പേര് നമ്മൾ ചുറ്റും നിന്ന് സപ്പോർട്ട് ചെയ്താലും നമ്മൾ എടുക്കേണ്ട ഒരു എന്താ പറയുക, ഒരു കട്ടയ്ക്ക് നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഇപ്പോഴും ടിൽ നൗ ഇപ്പം നമ്മൾ ചേച്ചീനെ ഞാനിപ്പോൾ ഒന്ന് പോയി കാണുകയാണെങ്കിലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കണം. അതൊരു എളിമ നിലനിർത്തിക്കൊണ്ടുള്ള, വേണമെങ്കിൽ അവർക്ക് ഇതാരാ എനിക്ക് പരിചയമില്ല എന്ന് വേണമെങ്കിൽ ചുറ്റിനും നമ്മുടെ കൂടെ വന്ന ആളുകളെ വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാം. പക്ഷെ ആളങ്ങനെയല്ല. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചേച്ചിയുടെ എടുത്ത് പറയുകയാണെങ്കിൽ. പിന്നെ മാത്രമല്ല, എനിക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ഞാൻ അന്ന് ചിന്തിച്ചത് ആ ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ, കുഞ്ഞാകുമ്പോൾ ചിന്തിച്ചതുകൊണ്ടായിരിക്കാം മേ ബി. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സപ്പോർട്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയത് ഞാൻ 12th പഠിക്കുമ്പോഴാണ്. ആദ്യ പുസ്തകം, കവിതാ പുസ്തകം ഇറങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2-3 പുസ്തകങ്ങൾ ചെയ്തു. 4ാമത്തെ പുസ്തകമാണ്. ഇപ്പോഴും ഒരു പെരിഡോണ്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ് തൃശ്ശൂർ. ഈ ഒരു കരിയറും അതുപോലെ എഴുത്തിലേക്കും ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റണേ എന്ന് ഞാൻ ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിൽ ഇതുപോലെ ലൈഫിൽ ഒത്തിരി എഫേർട്ട് ഇട്ട കുറേ സ്ത്രീകളുടെ മുഖം വരും. എന്തുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ വൈ നോട്ട് യു? നിനക്കും പറ്റും. നിനക്കും ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ. ചില ആളുകൾ പറയും, ഇവൾക്ക് എന്തിനാണ് ഇതൊക്കെ, ഇവൾക്ക് ഇത് ചെയ്തുകൂടെ, അല്ലെ അത് ചെയ്തുകൂടെ. അപ്പം ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എവിടെ എത്തില്ല. ഇൻസ്റ്റഡ് നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ തന്നെ വന്ന ജീവിതത്തിൽ ഒത്തിരി എന്തൊക്കെയൊക്കെയോ ആയ കുറേ ആളുകൾ എന്തായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പം സെലിബ്രിറ്റി ആയവരാവണം എന്നില്ല, അല്ലാത്തവരും ഉണ്ടാവും. അപ്പം അവരിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പം അതിലേക്കൊക്കെ എത്താൻ ഇങ്ങനെയുള്ള ആളുകളുടെ മുഖം എന്നും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്.